ഹലോ സ്റ്റുഡൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വരുന്ന 2025 സെപ്റ്റംബർ എക്സാമിനേഷനും തുടർന്ന് അങ്ങോട്ടുള്ള എക്സാമിനേഷൻസ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നമ്മൾ OPC എന്ന് പറയുന്ന ടോപ്പിക്ക് കമ്പനി സൈക്കിൾ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു OPC എന്ന് പറയുന്നതിന് മെമ്പർ ആകുന്നതിന് വേണ്ടിയിട്ടും നോമിനി ആകുന്നതിന് വേണ്ടിയിട്ടും ആ വ്യക്തി നിർബന്ധമായിട്ടും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പക്ഷേ അവൻ റെസിഡൻ്റ് ആവണമെന്നില്ല, റെസിഡൻ്റ് അല്ലാതെ ആവാം, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതോടൊപ്പം തന്നെ 120 ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ OPCയിൽ നോമിനി ആവാനും കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ICA ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന പുതിയൊരു മാറ്റം ഈ 2025 സെപ്റ്റംബർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുൾപ്പെടെ അപ്ലിക്കബിൾ ആക്കിക്കൊണ്ടാണ് ICA ആ ഒരു എഡിറ്റ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ ഫാക്കൽറ്റീസ് പൊതുവേ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഈ കാര്യം പറയാറുണ്ട്. അതായത് നിങ്ങൾ ഇൻ്റർമീഡിയറ്റിൽ എത്തുമ്പോൾ വേറെയാണ് പഠിക്കുക, ഇത് ഫൗണ്ടേഷൻ്റെ ബുക്കിനകത്ത് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അറ്റ് ലാസ്റ്റ് ഇപ്പോൾ അത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് മുൻപത്തെ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമല്ല. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ തന്നെ അവൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ് ആകാം. പക്ഷേ അവൻ ഇന്ത്യയിൽ എന്തിരിക്കണം, 120 ഡേയ്സ് ഡ്യൂറിങ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ വേണം എന്നാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അവൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, അവൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ് ആകാം. പക്ഷെ അവിടെ എന്തില്ല, 120 ഡേയ്സ് വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യാം, OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ OPCയിൽ എന്താവുകയും ചെയ്യാം, നോമിനി ആവുകയും ചെയ്യാം. ദാറ്റ് മീൻസ് ഈ 120 ഡേയ്സ് വേണമെന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ പോലെയായിരുന്നു ഫൗണ്ടേഷൻ്റെ ബുക്കിൽ ഉണ്ടായിരുന്നത്. അവൻ റെസിഡൻ്റ് ആണെങ്കിലും റെസിഡൻ്റ് അല്ലെങ്കിലും 120 ഡേയ്സ് വേണമെന്നായിരുന്നു ഫൗണ്ടേഷൻ്റെ ബുക്കിൽ ഉണ്ടായിരുന്നത് മുൻപ്. പക്ഷെ ഇപ്പോൾ പുതിയൊരു എഡിറ്റ് വന്നതിന് ശേഷം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ റെസിഡൻ്റ് ഇൻ ഇന്ത്യ ആവാം, അല്ലെങ്കിൽ റെസിഡൻ്റ് അല്ലാതിരിക്കാം. അവൻ ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നേ ഉള്ളൂ. അവനക്ക് OPCയിൽ മെമ്പറാകാം, OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ അവനക്ക് എന്തുമാകാം, നോമിനിയുമാകാം. ഇനി ആ റെസിഡന്റ് എന്ന് പറയുന്ന അവസ്ഥ, റെസിഡന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ താഴെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. സോ റെസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്, എ പേഴ്സൺ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 120 ഡേയ്സ് ഡ്യൂറിങ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ റെസിഡന്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം താഴെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അല്ലാതെ റെസിഡന്റ് ആവാം, അതർവൈസ് ആകാം. പക്ഷേ ഈ 120 ഡേയ്സ് വേണം എന്നുള്ള കണ്ടീഷൻ കമ്പൽസറി അല്ല. 120 ഡേയ്സ് ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ അവൻ റെസിഡന്റ് ആയിരിക്കും. 120 ഡേയ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവൻ അതർവൈസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകും. സോ ആ രണ്ട് രീതിയിലാണെങ്കിലും അവർക്ക് OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നുള്ള നിർബന്ധം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. വൈ എന്ന് പറയുന്ന ഒരാൾ ഒരു OPC ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ സെഡിനെയാണ് നോമിനിയാക്കി വെച്ചിട്ടുള്ളത്. സെഡ് ഇന്ത്യയിൽ നിന്നും പെർമനൻ്റ്ലി ലീവ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മാരേജ് കാരണം ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ആളിപ്പോൾ ആ നോമിനി വിഡ്രോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് ആൻസർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു സെഡ് ടു വിഡ്രോ ഹെർ നോമിനേഷൻ. ഇന്ത്യയിൽ നിന്ന് പോകുന്ന സമയത്ത് സെഡ് മാൻഡേറ്ററി അത് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി രണ്ടാമത്തെ ചോദ്യം, സെഡിന് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുമോ? ആള് റെസിഡന്റ് ഇൻ ഇന്ത്യ എന്നുള്ള സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് അതിൻ്റെ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുമോ എന്നായിരുന്നു ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ ആൻസർ മുൻപ് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യണം, നോമിനേഷൻ പിൻവലിക്കണം. ഈ നോമിനി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് ആൾ അവിടെ നിന്ന് പിൻവലിക്കേണ്ടതുണ്ട്. കാരണം ആൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നാച്ചുറൽ പേഴ്സൺ ഹു ഈസ് ഓൺലി ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് റെസിഡന്റ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസണും അതേപോലെ തന്നെ 120 ഡേയ്സ് എങ്കിലും ഇന്ത്യയിലുള്ള ഒരാൾക്ക് മാത്രമേ 120 ഡേയ്സ് എങ്കിലും ഇന്ത്യയിലുള്ള ഒരാൾക്ക് മാത്രമേ അവിടെ എന്താവാൻ പറ്റുള്ളൂ, നോമിനി ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു മുമ്പ്.
രണ്ടാമത്തെ കേസിലും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് ഈ പറഞ്ഞ പോലെ റെസിഡൻസ് സ്റ്റാറ്റസ് നിലനിർത്തുകയാണെങ്കിൽ ആൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഓൾഡ് ആൻസർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയയിലേക്ക് വരുമ്പോൾ ആള് അത് പിൻവലിക്കേണ്ട എന്ന രീതിയിലേക്ക് ആൻസർ വരും. നോ, ഓക്കെ, ഇപ്പം അത് പിൻവലിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ സെഡ് ടു വിഡ്രോ ഹെർ നോമിനേഷൻ സോൺലി ബിക്കോസ് ഹി ഈസ് ലീവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ നോമിനി എന്നുള്ള സ്റ്റാറ്റസിൽ പിൻവലിക്കേണ്ട ആവശ്യമില്ല. The law requires that nominee in a one-person company must be a natural person who is an Indian citizen. Indian citizen ആവണമെന്ന് മാത്രമേ ഉള്ളൂ, റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ്. ദെൻ സെക്കൻഡ് ആൻസർ ഏകദേശം കറക്റ്റ് തന്നെയാണ്. റെസിഡൻസി സ്റ്റാറ്റസ് നിലനിർത്തിയാലും നിലനിർത്തിയില്ലെങ്കിലും ആൾക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നൗ നമ്മളൊരു ഫൗണ്ടേഷൻ ലെവലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാത്രം നോക്കിയാൽ മതി. OPCയുടെ മെമ്പർ ആകുന്ന ആളും നോമിനി ആകുന്ന ആളായിക്കോട്ടെ, അവൻ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അവൻ 120 ഡേയ്സ് ഇന്ത്യയിലുള്ള റെസിഡൻ്റ് ആണോ, ഇന്ത്യയിൽ ഇല്ലാത്ത ആളാണോ നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ ഒരു ലെവലിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്, ഈവൻ ഫോർ സെപ്റ്റംബർ 2025 എക്സാമിനേഷൻ. താങ്ക് യു.